GST പരിഷ്കാരം നാളെ മുതൽ നിലവിൽ വരും. 99% ഉൽപ്പന്നങ്ങളുടെയും വില കുറയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ 9 വർഷമായി ജനങ്ങൾക്ക് മേലെ കൊള്ള നികുതി ചുമത്തിയ മോദി സർക്കാർ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2.5 ലക്ഷം കോടിയുടെ നേട്ടമാണ് ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അവകാശപ്പെട്ടു. നികുതി സ്ലാബുകൾ 5, 18 എന്നിങ്ങനെ ചുരുങ്ങുന്നതോടെ മധ്യവർഗം ഉൾപ്പെടെ എല്ലാ മേഖലയുള്ളവർക്കും ഗുണം കിട്ടും. വില കുറയുന്ന പ്രധാന ഉൽപ്പന്നങ്ങളുടെയും സേവനത്തിന്റെയും പേരുകൾ എണ്ണിപ്പറഞ്ഞു. घर बनाना, टीवी, फ्रिज खरीदने की बात हो, स्कूटर, बाइक, कार खरीदना हो, ये सब पर अब कम खर्च करना होगा. വെണ്ണ, നെയ്, പനീർ ഉൾപ്പെടെയുള്ള പാലുൽപ്പന്നങ്ങളുടെ വില കുറയും. നിത്യോപയോഗ സാധനങ്ങളായ ടൂത്ത്പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, വസ്ത്രങ്ങൾ, ഷാംപൂ എന്നിവയുടെയും വില കുറയുന്നത് ആശ്വാസമാകും. 32 ഇഞ്ചിന് മുകളിലുള്ള TV, വാഷിംഗ് മെഷീൻ, 350 cc താഴെയുള്ള ബൈക്ക്, ചെറുകാറുകൾ എന്നിവയിൽ വില കുറയുന്നത് മധ്യവർഗത്തിന് തുണയാകും. ജീവൻ രക്ഷാമരുന്നിന്റെയും ഇൻഷുറൻസിന്റെയും നികുതിയിലെ മാറ്റം നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നു. സിമന്റ്, ഗ്രാനൈറ്റ്, മാർബിൾ എന്നിവയിലെ നികുതി മാറ്റം നിർമ്മാണ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ലോട്ടറി നികുതി 40% കേരളത്തിന് വലിയ തിരിച്ചടിയാകും. സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി അവരെ വിശ്വാസത്തിലെടുത്താണ് മാറ്റം വരുത്തുന്നതെന്ന് മോദി അവകാശപ്പെട്ടു. നവരാത്രി ദിവസത്തിന്റെ സമാരംഭത്തിൽ വിലക്കുറവിന്റെ മധുരം വീടുകളിലെത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ 8 വർഷം വൈകി വന്ന പരിഷ്കരണം ഫലപ്രദമാകുമോ എന്ന സംശയത്തിലാണ് പ്രതിപക്ഷം. സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധമറിയിച്ചു. മീഡിയ 1, ഡൽഹി.